അമ്മ ഒരു മഹാത്ഭുതമായിട്ടാണ് എനിക്ക് എന്നും തോന്നിയിട്ടുള്ളത്. എന്താണ് അത്ഭുതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന കാര്യത്തിന് നമുക്ക് ഉത്തരമില്ലാതെ വരുന്നതാണ് അത്ഭുതം എന്ന് പറയുന്നത്. ഒരു കാര്യം എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഇന്നിന്ന കാര്യങ്ങൾ കൊണ്ടത് സംഭവിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അത്ഭുതമില്ല. കാര്യമുണ്ട്, പക്ഷെ അതിൻ്റെ കാരണം അറിയാത്ത സാഹചര്യം വരുമ്പോഴാണ് അത്ഭുതമാണ് എന്ന് നമ്മൾ പറയാൻ കാരണം. അമ്മ എല്ലാ അർത്ഥത്തിലും ഒരത്ഭുതമാണ്. ഞാൻ ജീവിതത്തിൽ പഠിക്കാൻ ശ്രമിച്ച ഒരു വിഷയം, ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം അദ്വൈത വേദാന്തമാണ്. അദ്വൈത വേദാന്തം വളരെ ശ്രമകരമായി പഠിച്ച് സ്വായത്തമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. കേരളത്തിൽ അദ്വൈത വേദാന്തം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തവരിൽ വിസ്മയകരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരാൾ ആദിശങ്കരാചാര്യരാണ്. ആദിശങ്കരനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്രയ ഭാഷ്യത്തെ അല്ല ലക്ഷ്യം വെക്കുന്നത്. ശങ്കരാചാര്യരെ പൊതുവെ തത്വശാസ്ത്ര വിദ്യാർത്ഥികൾ താല്പര്യപൂർവ്വം പഠിക്കുന്നത് പ്രസ്ഥാനത്രയത്തിന് അദ്ദേഹം നൽകിയ ഭാഷ്യങ്ങളാണ്. ബ്രഹ്മസൂത്രം, 10 ഉപനിഷത്തുകൾ, ഭഗവത്ഗീത, ഇതാണ് പ്രസ്ഥാനത്രയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശങ്കരാചാര്യരുടെ അദ്വൈത വേദാന്ത അനുഭൂതി അനുഭവിക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ സ്തോത്രകൃതികൾ എന്നോ മൈനർ വർക്ക്സ് ഓഫ് ശങ്കര എന്നൊക്കെ പറയുന്ന കൃതികളിലൂടെയാണ്. കാരണം ഈ അനുഭവത്തിൻ്റെ സ്ഥൂല സൂക്ഷ്മ കാരണഭാവങ്ങളിലും അതിനതീതമായി പോകുന്ന അനുഭൂതി മണ്ഡലത്തിലും ദ്വൈതഭാവമില്ല, അദ്വൈതമാണ് എന്ന തിരിച്ചറിവോടുകൂടി ശങ്കരാചാര്യർ എഴുതിയിട്ടുള്ളതാണ് ആ സ്തോത്രകൃതികൾ മുഴുവനും. ശങ്കരാചാര്യർ മഹാപണ്ഡിതനായിരുന്നു. അദ്ദേഹം അതെല്ലാം പഠിച്ച് ഗ്രഹിച്ച് എഴുതിയതാണെന്നൊക്കെയാണ് നമ്മൾ കേൾക്കുകയും പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ ശങ്കരാചാര്യർക്കുണ്ടായിരുന്ന ഒരുപാട് ആനുകൂല്യങ്ങൾ അമ്മയ്ക്കില്ല. അമ്മ സ്ത്രീയാണ്, പുരുഷനല്ല. അമ്മ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടതാണ്, ബ്രാഹ്മണനല്ല. അമ്മ സമ്പന്നയല്ല, ദരിദ്രയാണ്. അമ്മയുടെ പിന്നിൽ അമ്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു വലിയ സംഘങ്ങളില്ല. അമ്മ വലിയ രീതിയിൽ സംസ്കൃതമോ ഇംഗ്ലീഷോ ഒക്കെ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഒരാളുമല്ല. ഇങ്ങനെ വേദാന്ത ചിന്തയിൽ പ്രാഗൽഭ്യത്തിലേക്കെത്താനും പ്രശസ്തിയിലേക്കെത്താനും ഇന്ത്യയിൽ എന്തെല്ലാം ആവശ്യമാണോ ആ പാരാമീറ്റേഴ്സ് എല്ലാം അമ്മയുടെ കാര്യത്തിൽ നെഗറ്റീവായിരുന്നു, ഇല്ലാത്തതാണ്. പക്ഷേ എന്നെ വിസ്മയിപ്പിച്ചു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മയ്ക്ക് അദ്വൈത വേദാന്തം ശ്വസനക്രിയ പോലെ അമ്മയ്ക്കത് വഴങ്ങിയിട്ടുണ്ട്. അമ്മ എന്ത് പറയുമ്പോഴും ആ പറയുന്ന കാര്യങ്ങൾ എന്തിനെക്കുറിച്ചായാലും അദ്വൈത വേദാന്ത ചിന്തയുടെ ജ്ഞാനപദ്ധതി അണുവിട തെറ്റാതെ അതിൽ കാണാൻ കഴിയും. അത് അമ്മ പഠിച്ചു ഉണ്ടാക്കിയെടുത്തതല്ല, ജന്മസിദ്ധമായി മഹാസാധന കൊണ്ട് അമ്മ നേടിയെടുത്ത ഒന്നാണ്. ആ സിദ്ധി ഉണ്ടായിരുന്നു. അത് ധ്യാനത്തിലൂടെയും നിധിധ്യാസത്തിലൂടെയും അമ്മ നേടിയെടുത്ത ഒന്നാണ്. എന്ത് പറയുമ്പോഴും അതിൽ ഈ അദ്വൈത വേദാന്തത്തിൻ്റെ ആ ദർശനത്തിൻ്റെ ജ്ഞാനമീമാംസ അതുപോലെ ഇങ്ങനെ ആധാരശ്രുതിയായി നിലനിൽക്കുന്നത്. ഇത് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ള കാര്യം അത്ഭുതമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അമ്മ മഹാത്ഭുതമാണ് എന്ന് പറയാൻ കാരണം.